നിയമമായിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ അത് വളരെ ശക്തമായ ഒരു സ്പെഷ്യൽ ടീമിനെ ഇപ്പോൾ ഏർപ്പെടുത്താനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഇവിടെ SP ആയിട്ട് സംസാരിച്ചു. സ്പെഷ്യൽ ടീമിന് വന്ന് ഇതിൻ്റെ വേര് കണ്ടുപിടിക്കണം. എന്താ വെച്ചാൽ ഇത് വളരെ ബോധപൂർവം ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. ഒരു വികാരം ഉണ്ടാക്കി അങ്ങനെ ജനങ്ങളെ കൂടെ നിർത്താൻ അങ്ങനെ ഒരു ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതിനെതിരായി നമ്മളെല്ലാവരും കൂടി ശക്തമായി ഒന്നിച്ച് നിൽക്കണം എന്നാണ് എനിക്ക് അഭിപ്രായം. അതേ സമാനമായിട്ട് തന്നെ അതേ ഗ്രൂപ്പായിരിക്കും ഇതിൻ്റെ പിന്നിൽ എന്ന് തന്നെയാണ് തോന്നുന്നത്. പ്രവൃത്തി കണ്ടാൽ അറിയാലോ. അല്ലാണ്ട് ഇത് എത്ര വളരെ സന്തോഷത്തോടുകൂടി എല്ലാ മതക്കാരും കൂടി ആഘോഷിക്കുന്നവരിതല്ലേ. ഇവിടെ ഓണത്തിനും വിഷുവിനും മറ്റേ പെരുന്നാളിനും ഒക്കെ ഒന്നിച്ച് ജീവിക്കുന്നവരല്ലേ. അവർ ഈ സംഭവം ഉണ്ടാക്കുന്നത് വളരെ ബോധപൂർവം ചെയ്തിരിക്കുന്ന ഒരു ഏർപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പ്രത്യേക സംഘത്തെ വെച്ച് അന്വേഷിക്കുമെന്നാണോ? അതെ, പ്രത്യേക സംഘത്തെ അന്വേഷിക്കും. രണ്ടും കൂടി തന്നെ അവർ പ്രത്യേക സംഘത്തിനെ വെച്ച് ഈ പ്രശ്നത്തിന് അന്വേഷിക്കും. ഞാൻ SP ആയിട്ട് സംസാരിച്ചു. മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. അതിന് പറഞ്ഞു ശക്തമായിട്ട് നടപടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശക്തമായ നടപടി എടുക്കും. നല്ലേപ്പള്ളി സ്കൂളിലെയും തത്തമംഗലം സ്കൂളിലെയും സംഭവം, അവിടെ കരോളുമായി ബന്ധപ്പെട്ട് ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട പുൽക്കൂട് തത്തമംഗലത്ത് തകർത്തു എന്ന പരാതി ഉയർന്നിരുന്നു. മറ്റൊന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളും കൂടി സഹായിക്കണമെന്നാണ് എനിക്ക് അതല്ല, അത് ഇവിടെ അല്ല. ഞങ്ങൾ തോറിയുള്ളത് പുറത്തുനിന്നുള്ള ആണവ നിലയത്തിൽ കൊണ്ടുപോയി പ്രോസസ് ചെയ്തിട്ട് അവിടെ ഉണ്ടാക്കാനുള്ള പ്രപ്പോസൽ പറഞ്ഞിട്ടില്ല. അത് പൊതു ചർച്ച വന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടിയേ ചെയ്യുള്ളൂ. എല്ലാവരുടെയും സമ്മതത്തോട് ഒരു പൊതു അഭിപ്രായം ഉണ്ടാക്കിയ ശേഷം നമുക്ക് തോറിയത്തിൽ അണുശക്തിയല്ല തോറിയം, രണ്ട് വ്യത്യാസമുണ്ട്. അണുശക്തിയിൽ വേസ്റ്റ് വരാം, പരിസ്ഥിതിക്ക് കോട്ടം വരും. അതൊന്നും വരില്ല. ഇത് മന്ത്രി കൃഷ്ണൻകുട്ടിയാണ് പാലക്കാട് സംഭവങ്ങളിൽ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ വിരുദ്ധർ തത്തമംഗലത്ത് കാട്ടിയ അതിക്രമം, ഒപ്പം തന്നെ നല്ലേപ്പള്ളി സംഭവത്തിലും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എന്നാണ് അറിയിച്ചത്.